ഹലോ ഗേസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ടൊറൻറ്റോ പോകാൻ പോവാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസമായി. പക്ഷേ ഇതുവരെ ടൊറൻറ്റോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ മാത്രം, എൻ്റെ കൂട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ പോയതാണ്. പിന്നെ ഒന്ന് പോകാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 6:30 ഇത്രയും താമസിച്ച് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് ഗേസ്. ഇവിടെ ഒരു രക്ഷയില്ല. നിങ്ങൾ എൻ്റെ മോട്ടടിക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു 2 മണി 4 മണിക്ക് ഇപ്പോൾ ഇറങ്ങാൻ നിന്നാൽ കുറഞ്ഞു പോകും കേസ്, അത്രയ്ക്ക് വരുന്ന വെയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് അവിടെ എത്താൻ. ഞാൻ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേസ് നമുക്ക് പോകാം. അപ്പോൾ കേസ് നമ്മളെല്ലാവരും ഇറങ്ങി. എല്ലാവരും ഇല്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ മൊത്തത്തിൽ. ബാക്കിയുള്ളവർ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ 8-8 ആവും അവിടെ ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ 8 മണിക്ക് അവിടെ എന്താ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് പോകുന്നത്. പക്ഷേ അതിൽ കയറാനൊന്നും പറ്റില്ല കേസ്. ടിക്കറ്റൊക്കെ ഓൾറെഡി വിറ്റ് പോയതാണ്. അപ്പോൾ ടിക്കറ്റൊന്നുമില്ല. ചുമ്മാ അവിടം വരെ പോയിട്ട് പിന്നെ ഞാനാണെങ്കിൽ ഡണ്ടാസൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു കേസ്. സമയം ഇപ്പോൾ ഒരു 7 മണിയായി കേസ്. പക്ഷേ എന്നിട്ട് നല്ല വെയിലാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെയാണ്, താമസിച്ചാണ് ഇരുട്ടുന്നത്. ഒരു 8-9 മണി വരെ നല്ല വെളിച്ചം കാണും. അപ്പം ഞങ്ങൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അവിടത്തെ ആ സ്ഥലം കണ്ടോ, അവിടെയാണ് ഞങ്ങൾക്കുള്ള സ്റ്റോപ്പ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേസ്. അപ്പോൾ കേസ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഈ കോളേജിൻ്റെ ടെർമിനലിലാണ് നമ്മൾ ബസ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ചായയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ചായ ഒന്നും പറയാനില്ല കേസ്. തണുത്ത വെള്ളത്തിൽ ചുമ്മാ തേയിലപ്പൊടി കലക്കി തന്നു, കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര കയ്പാണ്. പിന്നെ എന്തെങ്കിലും ആട്ടം നേരത്തെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ വന്ന കോളേജ്. ഇതാണ് ഇപ്പോൾ ടെർമിനൽ. ഈ ടെർമിനലിലാണ് നമുക്ക് ബസ് കയറാനുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കേസ് അറിഞ്ഞത് ഇപ്പോൾ ബസ്സൊന്നും ഇല്ല. കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് കോളേജിൻ്റെ ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ല. അപ്പോൾ അതേ ഇവിടെ പോസ്റ്റ് അടി നിൽക്കുകയാണ്. ഒരു 20 മിനിറ്റ് എടുക്കുന്നതാണ് പറഞ്ഞത് ബസ് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ് ബസ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓഡിയോ ക്ലിയർ അല്ലായിരിക്കും ചിലപ്പോൾ. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് 2 ബസ് കയറണം. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ എടുക്കണം. അപ്പോൾ കേസ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പിലെത്തി. ഇനി ഇവിടുന്ന് 2 ബസ് കയറണം. അപ്പോൾ ഇതാണ് കേസ് ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ്, സ്ക്വയർ 1 എന്ന് പറയും. അപ്പോൾ ഈ ബാക്കി കാണാവും കാണുന്നത് ഇതാണ് കേസ്. നമുക്കപ്പോൾ പോകാനുള്ള അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അത് എൻ്റെ ഡ്രൈവറില്ല അത് കേസിൻ്റെ അകത്ത്, അതുകൊണ്ട് തന്നെ ഇത് കയറാൻ പറ്റില്ല. അപ്പോൾ അത് തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. എന്തായാലും താമസിച്ച കേസ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരു 10 മണിയൊക്കെ ആകും. അപ്പോൾ കേസ് അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ ടൊറൻറ്റോ എത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ 8 മണിക്കല്ലടാ 8 മണിക്ക് എത്തുന്ന ഓർത്താണ്. വന്നപ്പോൾ 10 മണിയായി. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഏകദേശം ഒരു
രണ്ടര മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. സിഗ്നലാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി കിടക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു പരിപാടി കാണാൻ വന്നതാണ്. എന്നാടാ ആരുടെ പേരെന്നാടാ? ദിൽജിത്ത്. ഇപ്പോഴുടെ പരിപാടി കാണാൻ വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ കേസ് ഓൾറെഡി. കാരണം 10 മണി വരെ ഉള്ളൂ, 8 മണി തൊട്ട്. ഇവൻ പുള്ളിയുടെ ഡൈഹാർഡ് ഫാനാണ് കേസ്. കാണാം, നീ വിഷമിക്കണ്ട. അപ്പൊ അങ്ങോട്ട് ഇനി പോകണം. അപ്പൊ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ഉണ്ട്, പിന്നെ നടക്കണം. ഭയങ്കര ബ്ലോക്ക് കണ്ടോ, ഒരു രക്ഷയാത്ത ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്കൂർ ബ്ലോക്കിൽ തന്നെ കിടന്നു. അതാണ് ഇത്രയും താമസിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ഒരു 8:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. ഇവിടെ സമയം ഏകദേശം ഒരു 10 മണിയായി. ശരി, ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്നൊരു 2 hours വീടിൻ്റെ അവിടെ നിന്ന് എടുക്കുകയുള്ളായിരുന്നു അല്ല വരാനാണെങ്കിൽ. പക്ഷേ ഞങ്ങൾ രണ്ടാമതൊരു സ്റ്റോപ്പിന് തന്നെ ഏകദേശം 2.5 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. അതുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ്. പക്ഷേ ഇവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര സെറ്റപ്പാണ് കേസ്. ഞാൻ കാണിച്ചു തരാം. മണ്ണാക്കിടലാണ്. നല്ല തിരക്കാണ്. ഈ തിരക്കെന്ന് പറഞ്ഞാൽ അജാതി തിരക്ക്. നടക്കാൻ കൂടി വേണ്ട, ഫുട്പാത്തിൽ കൂടെ. പിന്നീട് ഒരുവിധം അവിടെ എത്തി കേസ്. ഇവിടെ എവിടെയാണ് പരിപാടിയുടെ ഭയങ്കര തിരക്കാണ് കേസ്. നിറച്ച ആൾക്കാരും. ഇവിടെയാണ് പരിപാടി നടക്കണേ. ഇതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. നമ്മുടെ കയ്യിലില്ല കേസ്. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഓ മൈ ഗോഡ്, കൊള്ളാം. ഇവിടെ ഓട്ടോഷോ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ അങ്ങോട്ട് പോവാണ് ഞങ്ങള്. കാണാൻ പറ്റുന്ന അറിയത്തില്ല, ചെന്ന് നോക്കാം. ഈ ബഹളം കേട്ടോ, ഈ പൊട്ടിക്കുന്ന വെച്ചാ അതിന്റെയാണ്. നോക്കാം.
ഇതേതാ വണ്ടിയുടെ കമന്റ് ചെയ്യുക. ശരി ശരി.
അപ്പോൾ ഗൈസ് മറ്റേ കാർ ഷോ ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊരു വണ്ടി ഭ്രാന്തനാണെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് കേസുള്ളത്. എനിക്ക് അത്ര ക്രേസ് ഒന്നുമില്ല കാറിനോട്, എന്നാലും കാണേണ്ട സാധനമല്ല. ഒരു 1.5 ഐറ്റം ആയിരുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതൊരുമാതിരി തീസാണ്. കാണാത്ത വണ്ടികളില്ല 10 പോലത്തെക്കുള്ള സാധനം. ഇവിടെ ഇപ്പം മൊത്തം ആളാണ്, നടക്കാൻ കൂടി വേല. ഒരുമാതിരി തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് അടക്കില്ല, ആ ഒരു വൈബാണ്.